ഹായ് യോ എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മുടെ CSEB ഡീറ്റെയിൽഡ് ആയിട്ട് CSEBയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ പറയും നിങ്ങൾക്ക് കിട്ടുന്ന സാലറി, അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഓരോ ബാങ്കുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ ഗ്രേഡ് തിരിച്ചൊക്കെയല്ലേ വന്നേക്കുന്നത് അല്ലേ? ഗ്രേഡ് തിരിച്ചൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ ഗ്രേഡ് ബാങ്കിലും എങ്ങനെയാണ്, അവിടുത്തെ സാലറി പാക്കേജുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ വരുന്ന വ്യത്യാസങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പം നമുക്ക് ഈ തവണ വന്നേക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ CSEBയുടെ ക്ലർക്ക് ആൻഡ് ക്യാഷ്, ക്ലറിക്കൽ പോസ്റ്റിലേക്കാണ് കൂടുതൽ വന്നേക്കുക. പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ബ്രാഞ്ച് മാനേജർ, ആ ഒരു പോസ്റ്റിൽ സൂപ്പർവൈസറി പോസ്റ്റിലേക്കും പിന്നെ ക്ലറിക്കൽ പോസ്റ്റിലേക്കുമുള്ള എന്താ പറയുക നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് ഒരുമിച്ച് ബൾക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് വളരെ വിശദമായിട്ടൊന്ന് പരിശോധിക്കാം അല്ലേ. നമുക്ക് വളരെ വിശദമായിട്ട് അത് ഒന്ന് പരിശോധിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്, സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള കേട്ടോ, സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത് കേട്ടോ. സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഏതാണ് വിജ്ഞാപന തീയതി, നോട്ടിഫിക്കേഷൻ ഡേറ്റ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് 23/12/2025 ആണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഡേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അപേക്ഷ ലഭിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 22/1/2026. ഇതുവരെ ഈ 22-ാം തീയതി വരെ ഒന്ന് നീട്ടിക്കൊണ്ട് പോകണ്ട, അത്രയും പെട്ടെന്ന് തന്നെ കൊടുത്തേക്കുക. പിന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ നമ്പറും കൂടെ ഒന്ന് മനസ്സിലാക്കുക, 36/2025 കേട്ടോ. 36/2025 ആണ് ആ നോട്ടിഫിക്കേഷന്റെ നമ്പർ. അപ്പൊ നോക്കിയേ, എങ്ങനെയാണ് നിയമന രീതി എന്ന് പറയുന്നത്, നേരിട്ടുള്ള നിയമനം തന്നെയാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന OMR എക്സാം. ഇപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക, ഇവിടെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നമുക്ക് OMR എക്സാം തന്നെയാണ് കേട്ടോ അല്ലെ. ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നമുക്ക് OMR എക്സാം തന്നെ നമ്മൾ എഴുതിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട് CSEB ബോർഡ് നടത്തുന്ന OMR പരീക്ഷയുടെയും പിന്നെ നമുക്കറിയാം എന്താണ്, അതായത് സഹകരണ സ്ഥാപനങ്ങൾ അവിടെ ഒരു അഭിമുഖം അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ മാർക്കും കൂടെ അല്ലെ കൺസോളിഡേറ്റ് ചെയ്തായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എഴുത്ത് പരീക്ഷയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്. ആ ഇന്റർവ്യൂ നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ടിലും കൂടെ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ബോർഡ് തന്നെയാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, നിയമന അധികാരി നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് അവിടെ നിയമിക്കുന്ന അധികാരി എന്ന് ഓർത്ത് വെച്ചിരിക്കുക അല്ലെ. ഇവർ ലിസ്റ്റൊക്കെ റെഡിയാക്കി കൊണ്ട് കൊടുക്കുകയുള്ളൂ, അതിൽ നിന്നും അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസ്തുത ബാങ്ക് തന്നെയായിരിക്കും. അപ്പം അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും പിന്നെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റിലൂടെ www.cseb.kerala.gov.in അല്ലെ, ആ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ മാത്രമേ നമുക്ക് അപേക്ഷ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു, നമ്മൾ എന്താ പറയുക, നേരിട്ട് അല്ലെ പോസ്റ്റൽ വഴിയായിരുന്നു അപേക്ഷ അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നും പറ്റില്ല, ഓൺലൈൻ വഴി തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അപേക്ഷ അയച്ചിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ PSC പോലെ തന്നെ അല്ലെ നമുക്കൊരു പ്രൊഫൈലുണ്ട്. അപ്പൊ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അതിൽ കൂടെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ആ പ്രൊഫൈലിൽ മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഓൾറെഡി പ്രൊഫൈലുണ്ട്, നിങ്ങൾ ആ പ്രൊഫൈലിൽ കൂടെ എന്ത് ചെയ്താൽ മതി, നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്താൽ മതി എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ അത് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഓൾറെഡി പ്രൊഫൈലുള്ളവരായിരിക്കാം, 90% ആൾക്കാരും എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നവരല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്താൽ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടെ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക, പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട. ഒരാൾക്ക് ഒരു പ്രൊഫൈലേ പറ്റുള്ളൂ. ഇനി ഇവിടെ പറയണം നമ്മുടെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം അല്ലെ, വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നുണ്ട് ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത റൂള് 186 പറയുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് പോകണ്ട. അപ്പൊ സഹകരണ നിയമത്തിന് വിധേയം അല്ലെ, SSLC അഥവാ തത്തുല്യ യോഗ്യത, അതായത് ഈ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ SSLC, 10ാം ക്ലാസ്സും JDC ഉണ്ടോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ഏറ്റവും കുറഞ്ഞ യോഗ്യതയാണ്. അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ്സും JDC ഉള്ളവൻ ഈ പരീക്ഷ അപ്ലൈ ചെയ്യാം. ഓക്കെ, അത്രത്തോളം എന്താ പറയുക, അത്ര ഈ യോഗ്യതയിൽ വലിയ കടുംപിടുത്തങ്ങളൊന്നുമില്ല. ഡിഗ്രി വേണമെന്ന് ഒരു നിർബന്ധമില്ല, 10 അല്ലെ 10ാം ക്ലാസ്സും JDC ഉള്ളവൻ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നുണ്ട്. SSLC
അഥവാ തത്തുല്യ യോഗ്യതയും അല്ലെ, SSLCയും അല്ലെങ്കിൽ അതിന്റെ തത്തുല്യ യോഗ്യതയും അതോടൊപ്പം സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, അത് JDC ആണ്. ഇപ്പൊ SSLC പ്ലസ് JDC അടിസ്ഥാന യോഗ്യതയായിരിക്കും. ഓക്കെ, ആ യോഗ്യത ഉള്ളവർക്ക് മുതൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യണമെന്ന് പറയുക. ഇനിയും പറയാണ് കാസർഗോഡ് ജില്ല, അത് കാസർഗോഡ് ജില്ലക്കാർ മാത്രം നോക്കുക. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിൽ, അപ്പൊ ഓർക്കുക കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആ ജില്ലയിലേക്കുള്ള അപ്പോയിന്റ്മെന്റിന് എന്താ പറയുക, കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന GDC അല്ലെ, GDC അല്ലെങ്കിൽ DCM അല്ലെ, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്താൻ ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ തുല്യമായ അടിസ്ഥാന യോഗ്യതയായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ആ പ്രസ്തുത ജില്ലയിലേക്ക് അപ്പോയിന്റ്മെന്റിന് ഈ യോഗ്യതയാണെങ്കിൽ നമുക്ക് തത്തുല്യമായിട്ട് എടുക്കാവുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനിയുടെ പറയുന്നുണ്ട്. ഇനി അല്ലെങ്കിൽ പറയുകയാണ് കൂടാതെ ഇതിന് പുറമെ, അതായത് ഈ യോഗ്യത മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ, ഇപ്പൊ ഈ യോഗ്യത JDC ഇല്ല പിന്നെ എന്നാണ് പറയുകയാണ്, കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായി എടുത്ത BCom ബിരുദായ BCom കോർപ്പറേഷൻകാർക്ക് അല്ലെ, ആ BCom കോഓപ്പറേഷൻ സഹകരണം ഐച്ഛിക വിഷയം ചെയ്ത BCom കോർപ്പറേഷൻകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെ, കേരള സംസ്ഥാന സഹകരണ യൂണിറ്റ് HDC അല്ലെങ്കിൽ HDC ആൻഡ് BM അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന്റെ ഒരു വർഷത്തെ റെഗുലർ കോഴ്സ് HDC അല്ലെങ്കിൽ HDCM അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് എന്താണ് SSLC പ്ലസ് JDC ഉണ്ടെങ്കിൽ അത് മതി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ +2 പ്ലസ് JDC ആണെങ്കിലും മതി അല്ലെ. പിന്നെ പറയുന്നത് BCom JDC ഇല്ലെങ്കിൽ BCom കോർപ്പറേഷൻകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, അത് JDC വേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ എനി ഡിഗ്രി ഉള്ളവർക്കാണെങ്കിൽ, എനി ഡിഗ്രിക്കാർക്കാണെങ്കിൽ എന്താ പറയുക, എനി ഡിഗ്രി പ്ലസ് HDC ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. HDC എടുക്കണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി വേണം, അപ്പൊ എനി ഡിഗ്രി പ്ലസ് HDC അല്ലെങ്കിൽ പറയുകയാണ് നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു തസ്തികയിലേക്കെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതെല്ലാം നിങ്ങൾക്കുള്ള യോഗ്യതകളാണ്. നിങ്ങൾക്ക് കൂടുതൽ നമ്മൾ യോഗ്യതകളെ കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല, ഓൾറെഡി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. യോഗ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു അല്ലെ, സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള അപേക്ഷയാണ്. അപ്പൊ ഏതൊക്കെയാണ് വന്നേക്കുന്നത്? ഒന്ന് കടക്കൽ സർവീസ് സഹകരണ ബാങ്ക്, കടക്കൽ അല്ലെ, കൊട്ടാരക്കര കൊല്ലത്തുള്ളതാണ്. അപ്പൊ ജൂനിയർ ക്ലർക്ക് അവിടെ 3 തസ്തിക വരുന്നുണ്ട്. പിന്നെ വാഴപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് കോട്ടയം അല്ലെ, അവിടെ 2 വേക്കൻസി വരുന്നുണ്ട്. കോഡൂർ സർവീസ് സഹകരണ ബാങ്ക് മലപ്പുറം, അവിടെ 4 വേക്കൻസി വരുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് രാമപുരം സർവീസ് സഹകരണ ബാങ്ക് അല്ലെ, മലപ്പുറത്തുള്ളതാണ്, അവിടെ ജൂനിയർ ക്ലർക്കിന് 3 വേക്കൻസി വരുന്നുണ്ട്. പിന്നെ മന്ദരത്തൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അവിടെ ജൂനിയർ ക്ലർക്കിന് 3 എണ്ണം വരുന്നുണ്ട്. ചിറക്കൽ സർവീസ് സഹകരണ ബാങ്ക് ജൂനിയർ ക്ലർക്കിന്റെ 2 എണ്ണം, അതിൽ 1 ജനറലും 1 SC/STക്കാർക്കും ഉള്ളതാണ്. പിന്നെ മഞ്ചേശ്വരം സർവീസ് സഹകരണ ബാങ്കിൽ 2 എണ്ണം ഉണ്ട് അല്ലെ, ജൂനിയർ ക്ലർക്ക് 2, അത് SC/STക്ക് ഉള്ളതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്കുള്ള അപേക്ഷകൾ എന്ന് പറയുക. അപ്പൊ നമ്മളെപ്പോഴും പറയാം സൂപ്പർ ഗ്രേഡ് ബാങ്കിലെ സാലറി പാക്കേജ് വളരെ മറ്റു ബാങ്കുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൂപ്പർ ഗ്രേഡിലെ സാലറി പാക്കേജ് കൂടുതലായിരിക്കും അല്ലെ. 18,300 ബേസിക് പേ ആയിട്ട് വരികയാണെങ്കിൽ അവിടുത്തെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്, ഓക്കെ, ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 38,979 ആയിരിക്കും കേട്ടോ. ഓക്കെ, 38,979 ആയിരിക്കും അവിടുത്തെ ഗ്രോസ് സാലറി എന്ന് പറയുക. അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. 100 ബേസിക് പേയുടെ ഇതാണ് ബേസിക് പേ എന്ന് പറയുക. അതിൻ്റെ കൂടെ ബേസിക് പേയുടെ 103% DA ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ബേസിക് പേയുടെ 10% നിങ്ങൾക്ക് HRA ആയിട്ടും ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് വരുമ്പോൾ അതിനകത്ത് കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. നെറ്റ് വരുമ്പോൾ കട്ടിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ബേസിക് പേ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രായപരിധി അല്ലേ, 18 വയസ്സ് 18 to 40 ജനറൽ കാറ്റഗറിക്ക് വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ പറയുന്നത് പ്രായപരിധി 1/1/2025 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാണ്. 18 മുതൽ 40 വരെയുള്ളവർക്ക്
പരീക്ഷ എഴുതാം. ഇത് ജനറൽ കാറ്റഗറിയാണ്. ഇനിയും പറയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് അനുവദിക്കാവുന്നതാണ്. ദാറ്റ് മീൻസ് SC or ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം EWCക്കാരാണ്. അതായത് ഇവിടെ പറയുകയാണ് OBCക്കാർക്കും പിന്നെ EWSൽ വരുന്ന ആൾക്കാർക്ക്, അതോടൊപ്പം തന്നെ വിമുക്ത ഭടൻ അല്ലേ, നോക്കിയ വിമുക്ത ഭടന്മാർക്കും ഇവർക്ക് 3 വർഷത്തെ ഇളവാണ്. ദാറ്റ് മീൻസ് 43 വയസ്സ് വരെ ഇവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. OBCക്കാർക്ക് EWS, അതോടൊപ്പം തന്നെ എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വിമുക്ത ഭടന്മാർക്ക് ഇവർക്ക് 43 വയസ്സ് വരെ എഴുതാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അതൊന്ന് മനസ്സിലാക്കുക. ഇനിയും പറഞ്ഞ ഭിന്നശേഷിക്കാർക്ക് അല്ലെ, ഭിന്നശേഷിക്കാർക്ക് നോക്കിയേ, ഭിന്നശേഷിക്കാർക്ക് അതായത് 40% അതിൽ കൂടുതലോ ഉള്ളവർക്ക് കേട്ടോ, ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ 40% അതിൽ കൂടുതൽ വരണം, അവർക്ക് 10 വർഷത്തെ ഇളവാണ്. ദാറ്റ് മീൻസ് അവർക്ക് 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ വിധവകൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നത്, അതായത് വിഡോസിലെ വിധവകൾക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്നും ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഇപ്പോൾ വയസ്സിൻ്റെ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് മാറിക്കിട്ടുണ്ട്. പിന്നെ പറയുകയാണ് ഇവിടെ പരീക്ഷ എങ്ങനെയാണ്, സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ 1 മാർക്കിന് 100 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടോട്ടൽ 100 മാർക്കിൻ്റെയാണ്. OMR എക്സാം ആണേ. ഒരു ക്വസ്റ്റിന് 1 മാർക്ക്, അങ്ങനെ 100 × 1 100 മാർക്കിൻ്റെ പരീക്ഷ. അതിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് എന്താണ്, സംഘം അല്ലെങ്കിൽ ബാങ്കിൻ്റെ യോഗ്യത ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖം അല്ലേ, അവർക്ക് ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂവിന് മാക്സിമം 20 മാർക്കിനാണ് ഇന്റർവ്യൂ എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലേ. അതിൽ അതായത് അഭിമുഖത്തിന് ഹാജരായ നമ്മൾ അറ്റൻഡ് ചെയ്താൽ നമുക്ക് 4 മാർക്ക് മിനിമം കിട്ടും കേട്ടോ. അറ്റൻഡ് ചെയ്താൽ മിനിമം 4 മാർക്ക് കിട്ടും. പിന്നെ ബാക്കി 16 മാർക്ക് എന്ന് പറയുന്നത് അവിടെ ഇന്റർവ്യൂവിലുള്ള നമ്മുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇനിയും പറയാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസിനോടൊപ്പം സർക്കാരിന്റെ 13/8/24 എന്താ പറയുക, ഓക്കെ 13/8/24 എന്ന നമ്പർ 17/24 സഹ ഉത്തരവ് പ്രകാരം 18% GST കൂടി അടയ്ക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി GST ഒക്കെ ഓൾറെഡി അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇനി പറയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്ന. ഇപ്പോൾ സൂപ്പർ ഗ്രേഡ് നോക്കി 7 ബാങ്കാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയുക, ഇതിലേക്ക് എല്ലാത്തിലേക്ക് വേണമെങ്കിലും അല്ലെ, ഒന്നിൽ കൂടുതൽ മീൻസ് എല്ലാത്തിലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പോൾ ഒരു ബാങ്കിലേക്കാണ് 150 അല്ലേ, നമ്മൾ ഒരു ബാങ്കിലേക്കാണ് 180 എന്ന് വിചാരിക്കുക. പിന്നെ വരുന്ന ഓരോ ബാങ്കിനും 50 രൂപ അധികമായിട്ട് അടയ്ക്കേണ്ടതാണെന്ന് ഓർത്ത് വെച്ചു. ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പൊതുവിഭാഗക്കാർക്കും വയസ്സ് ഇളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും അല്ലേ, വയസ്സിളവ് ലഭിക്കുന്നവർ ഉൾപ്പെടെയുള്ളവർക്കും സഹകരണ ചട്ടപ്രകാരം ഒരു സംഘം ബാങ്കിന് 180 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിലെ സംഘം ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം ബാങ്കിനും 50 രൂപ വീതവും അധികമായി പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പ്രിന്റ് എടുത്ത് വെക്കാവുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതിക്ക് മുൻപായി നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ളവർ മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മൾ യോഗ്യത നേടിയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 22/1/2026 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനും വ്യത്യസ്തമായിട്ടായിരിക്കണം. പണ്ടെന്ന് പറയാം എല്ലാ ബാങ്കിനും ഒറ്റ പരീക്ഷ. ഇപ്പോൾ ഓരോ ടൈപ്പ് സൂപ്പർ ഗ്രേഡ് ബാങ്കിന് ഒരപേക്ഷ. അതുപോലെ തന്നെയാണ് നോക്കിയേ ഇനി അടുത്തത് വന്നിട്ടുള്ളത് നമ്മൾ സെയിം ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്ക്. നമുക്കറിയാം സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7 ഇങ്ങനെയാണ് അവിടെ ആ ഒരു എന്താ പറയുക നമ്മൾ ബാങ്കുകളെ നമ്മൾ ഗവൺമെൻറ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പോൾ സൂപ്പർ ഗ്രേഡിലേക്ക് ഒറ്റ പരീക്ഷയാണ്. അതാണ് 18,300 സ്റ്റാർട്ടിംഗ് സാലറി വരുന്ന ബാങ്കിന് സൂപ്പർ ഗ്രേഡ്. ഏറ്റവും കൂടി ശമ്പളം കിട്ടുന്ന അവിടെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് തന്നെ സൂപ്പർ ഗ്രേഡ് എന്ന് പറയുന്നത്. ബാക്കി വരുന്നത് നെക്സ്റ്റ് കാറ്റഗറിയിൽ വരുന്നതാണ് ക്ലാസ് എന്താ പറയുക സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ക്ലാസ് 1. അപ്പം സ്പെഷ്യൽ ഗ്രേഡിലേക്കും ക്ലാസ് 1നും കൂടെ ഒരു പരീക്ഷയാണ് കേട്ടോ. സൂപ്പർ ഗ്രേഡ് തന്നെ ഒരു പരീക്ഷ, സ്പെഷ്യൽ ഗ്രേഡിനും ക്ലാസ് 1നും കൂടെ അടുത്ത പരീക്ഷ. ഇപ്പോൾ യോഗ്യതകളിലൊന്നും വ്യത്യാസമില്ല, നമ്മൾ പറയുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ്. ശമ്പള സ്കെയിൽ വ്യത്യാസമുണ്ട്. അവിടെ 18,300 ആയിരുന്നെങ്കിൽ ഇവിടെ 16,890, 13,480, 17,360 ആ ഒരു കാറ്റഗറി 17,360 വരുന്നതൊക്കെ എന്താണ് സ്പെഷ്യൽ ഗ്രേഡ് ആണ്. ഓക്കെ,
16,890 വരുന്നത് ക്ലാസ് 1 ആണെന്ന് ഓർത്ത് വെച്ച്. ഇവിടെ കുറേ അധികം വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റുന്ന നല്ല സാലറി പാക്കേജ് വരുന്ന എന്താ പറയുക നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. കുറേ അധികം നല്ല നല്ല ബാങ്കുകൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് ബാങ്കുകൾ എണ്ണം കൂടുതലാണ്. തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ, കൊല്ലം, എറണാകുളം നോക്കി, കുമ്പളങ്ങി, പൂമംഗലം, പാവറട്ടി, നാട്ടിക, ഇഷ്ടംപോലെ ബാങ്കുകളുടെ ലിസ്റ്റ് അവിടെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടൊക്കെ ആണെങ്കിൽ കഞ്ചിക്കോട് സർവീസ് സഹകരണ ബാങ്ക്, പൊറ്റശ്ശേരി സഹകരണ സംഘം അല്ലെ സഹകരണ ബാങ്ക്. അപ്പോൾ അതൊക്കെ നോക്കി 17,360 വരുന്നതിനെ സ്പെഷ്യൽ എന്നും 16,890 വരുന്നവനെ ക്ലാസ് 1 എന്നും ഓർത്ത് വെച്ചേക്കുക. ഇത് 17,360 വരുന്ന ബാങ്കിലാണെങ്കിൽ ഓക്കെ, 17,360 വരുന്ന ബാങ്കിലെ ഗ്രോസ് സാലറി ഞാൻ പറയാം. 17,360 വരുന്ന ബാങ്കിലെ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ 36,977 ആണ് കേട്ടോ. ഓക്കെ, 17,360 ബേസിക് പേ. ഈ ഇങ്ങനെയുള്ള ബാങ്കുകൾ 17,360 ഉള്ള ബാങ്കിൽ കയറിയാൽ നമുക്ക് കിട്ടുന്ന സാലറി 36,977 രൂപയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ 16,890 ബാങ്കിലാണെങ്കിൽ ഓക്കെ, 16,890 ബാങ്കിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 16,890 ബാങ്കിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കിട്ടുമായിരിക്കും? 16,890 നമുക്ക് 35,976 കിട്ടും. ഓക്കെ, 35,976 ആയിരിക്കും അവിടുത്തെ സ്റ്റാർട്ടിങ് ബേസിക് പേ കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ നമുക്ക് സെയിം സംഭവങ്ങൾ തന്നെയാണ്. യോഗ്യതകളിലോ അല്ലെങ്കിൽ പരീക്ഷകളിലോ നിയമന രീതിയിലോ ഒന്നും വ്യത്യാസം വരുന്നില്ല. നിങ്ങൾ ഇത്തരം കാര്യം മാത്രം നോക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 37 ആണ്. അപ്പോൾ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. സൂപ്രകയിലേക്ക് ഒരു അപേക്ഷ, ഇതിലേക്ക് മറ്റൊരു അപേക്ഷ. വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷകളുമായിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ വരുന്നത് ജൂനിയർ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകൾ. ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളെ ഒരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ അത്യാവശ്യം ബാങ്കുകൾ വരുന്നുണ്ട്. അമ്പലവയലൊക്കെ വലിയ കുഴപ്പമില്ല അല്ലേ. ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. നിങ്ങൾ മാക്സിമം എത്ര എണ്ണം അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര ബാങ്കുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ 16,420 ഒക്കെ വരുന്ന ബാങ്കുണ്ട്. 16,420 ഒക്കെ വരുന്ന ബാങ്കിലാണെങ്കിൽ 34,975 ആയിരിക്കും നിങ്ങളുടെ ബേസിക് പേ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി 14,270 ബാങ്കിലുണ്ട്. 14,270 ഉള്ള ബാങ്കിലാണെങ്കിൽ 30,395 ആയിരിക്കും നിങ്ങളുടെ ബേസിക് പേ, അതായത് ഗ്രോസ് ശമ്പളം. അതിന് കട്ടിങ്സ് ഉണ്ടാകും കേട്ടോ. ഇനി 11,670 ബാങ്കില് 11,670 ബാങ്കിലാണെങ്കിൽ നിങ്ങളുടെ ബേസിക് പേ ആയിട്ട് വരുന്ന 24,857 ആയിരിക്കും. ഓക്കെ, അപ്പം അത്യാവശ്യം എന്താ പറയുക ഒരു പാക്കേജസ് എല്ലാ ബാങ്കുകളിലും ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത്രയാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ. മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. അതായത് പരീക്ഷയിലുള്ള നമ്മുടെ യോഗ്യതകളിലോ അല്ലെങ്കിൽ നിയമന രീതിയിലോ അവിടെ എല്ലാം എഴുത്ത പരീക്ഷ ഉണ്ടാവും. 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ് ഒക്കെ. ഇതൊരു വമ്പൻ ചാൻസ് തന്നെയാണ്. നോട്ടിഫിക്കേഷൻ നമ്പർ അല്ലേ, ഇത് ഒരു വമ്പൻ ചാൻസ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു കാരണവശാലും ഇത് കളയാൻ പാടില്ല. 35/2025 ആണ്. അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റ്, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജറൊക്കെ വരുന്ന വളരെ നല്ല ഒരു നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മാക്സിമം എന്താ പറയുക ശമ്പളം കിട്ടുന്ന നല്ല അവസരമാണ് ഇവിടെ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടുത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. അസിസ്റ്റന്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നിയമന രീതി എങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞു, നേരിട്ടുള്ള നിയമനം. പക്ഷേ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൺലൈൻ പരീക്ഷയായിരിക്കും. ഓക്കെ, ഇവിടെ എന്താണ് ഓൺലൈൻ എക്സാം ആണെന്ന് ഓർത്ത് വെച്ചേക്കും. നമ്മൾ നേരത്തെ ജൂനിയർ ക്ലർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എന്താണ് OMR എക്സാം ആണ്. പക്ഷേ ഇവിടെ ഓൺലൈൻ എക്സാം ആണ്, നേരിട്ടുള്ള നിയമനമാണ്. പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന ഇന്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത്. അതിൽ നിന്നും സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളായിരിക്കും അപ്പോയിൻമെന്റ് നടത്തുക എന്നോർത്ത് വെച്ചേക്കുക. ഇവിടെയും സെയിം തന്നെ, മറ്റു കാര്യങ്ങളൊന്നും വ്യത്യാസമൊന്നുമില്ല. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷം മാത്രം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഫൈൽ ഉള്ളവർക്ക് അതിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത വ്യത്യാസമുണ്ട്. അവിടെ 10 JDCക്കാർക്ക് പറ്റുമെങ്കിൽ ഇവിടെ അത് പറ്റില്ല. ഇവിടെ മിനിമം ഡിഗ്രി എങ്കിലും വേണം. ആ പോസ്റ്റിക്ക് ഡിഗ്രി വേണം. അവിടെ പറയുന്നത് നോക്കി, സഹകരണ നിയമത്തിന് വിധേയം എല്ലാ വിഷയങ്ങൾക്കും ചേർന്ന് 50% മാർക്കിൽ കുറയാതെ ലഭിച്ച ഒരു അംഗീകൃത സർവകലാശാല ബിരുദവും സഹകരണ ഹയർ ഡിപ്ലോമ. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ജസ്റ്റ് അങ്ങ് പറയാം, പെട്ടെന്ന് പറയാം. ബികോം കോർപ്പറേഷൻകാർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട.
ബികോം കോർപ്പറേഷൻകാർക്ക് മറ്റ് ഒരു പരിപാടിയും ചിന്തിക്കണം, നിങ്ങൾക്ക് സ്ട്രൈറ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ പറയുന്നുണ്ട് എന്താണ്, എനി ഡിഗ്രി പ്ലസ് HDC, എനി ഡിഗ്രി പ്ലസ് HDC അല്ലെങ്കിൽ എനി ഡിഗ്രി പ്ലസ് JDC. ഓക്കെ, ബികോം കോർപ്പറേഷൻകാർക്ക് വേറെ ഒരു യോഗ്യതയും വേണ്ട, അവർക്ക് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എനി ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി അതിനോടൊപ്പം JDC അല്ലെങ്കിൽ HDC ആവശ്യമാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. എനി ഡിഗ്രി പ്ലസ് JDC അല്ലെങ്കിൽ HDC അങ്ങനെ പറയാണ്. എന്താ പറയുക, കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് യോഗ്യതയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇത്തരം ഇത്രയേ ഉള്ളൂ ഇവിടെ യോഗ്യതകളായിട്ട് വരുന്നത്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ശമ്പളം. ബാങ്കിൽ നോക്കി, തൊടുപുഴ അർബൻ ബാങ്കാണ്. അപ്പോൾ അവിടെ നോക്കിയേ, ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് അല്ലേ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികയിലേക്കാണ് അവിടെ വിളിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു ബാങ്കിൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി 27,370 ആണ്. അത്രയാണ് ഇത്, 27,370 അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 58,298 ആയിരിക്കും. 58 ഇതാണ് നിങ്ങളുടെ ഗ്രോസ് സാലറി. ഓക്കെ, 27,370 നിങ്ങൾക്ക് അവിടെ വരുന്ന ബേസിക് പേ. അതിൻ്റെ കൂടെ DAയും HRയുടെ കുടുംബം 58,298. ഇനി മലപ്പുറം ജില്ലാ ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം, അവിടെ ബ്രാഞ്ച് മാനേജർ പോസ്റ്റിലേക്കാണ്. 27,250 അവിടെ പറഞ്ഞിട്ടുള്ള ബേസിക് പേ അല്ലേ. 27,250 അവിടെ കയറി കഴിഞ്ഞാൽ കിട്ടുന്ന ബേസിക് പേ ഗ്രോസ് സാലറി 58,000 രൂപയാണ്. നല്ലൊരു പാക്കേജസ് ആണ് ഇവിടെ ലഭ്യമായിട്ടുള്ള. 58,043, 58 കൂട്ടിയാൽ മതി. നമ്മൾ താഴെ പറഞ്ഞു, അസിസ്റ്റന്റ് ജനറൽ മാനേജർ പയ്യോളി സർവീസ് സഹകരണ അർബൻ ബാങ്കാണ്. അവിടെ 58,298 പിന്നെ സുൽത്താൻ ബത്തേരി സഹകരണ അർബൻ ബാങ്ക്, അവിടെ ഏകദേശം 26,650 അല്ലേ ബേസിക്ക് വന്നേക്കുന്നത് അല്ലേ. 26,650 ബേസിക്ക് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ ലഭിക്കാൻ പോകുന്ന ഗ്രോസ് പേ 56,764 കേട്ടോ. 56,764 ഗ്രോസ് പേ ആയിട്ട് അവിടെ ലഭിക്കുക. പിന്നെ ഏഴോം സർവീസ് സഹകരണ ബാങ്ക്, അവിടെ ഇച്ചിരി പാക്കേജ് കൂടും. 28,000 അല്ലേ. 28,000 അവിടുത്തെ ബേസിക് പേ. അത് അസിസ്റ്റന്റ് ചീഫ് അക്കൗണ്ട് പോസ്റ്റാണ്, ചീഫ് അക്കൗണ്ടന്റ് പോസ്റ്റാണ്. അവിടെ കയറി കഴിഞ്ഞാൽ 59,640 കിട്ടും. 59,640 കിട്ടും. പിന്നെ മാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ആണെങ്കിൽ 23,300. അവിടെ നല്ലൊരു പാക്കേജ് നമുക്ക് ലഭ്യമാണ് കേട്ടോ. എത്രയാണ് നമ്മൾ പറഞ്ഞേക്കാം, 23,310. 49,650 ആയിരിക്കും. ഓക്കെ, 49,650. പിന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വേക്കൻസി എന്ന് പറഞ്ഞാൽ അത് ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കാണ്. ചിറക്കൽ സർവീസ് സഹകരണ ബാങ്കാണ് കണ്ണൂരിലേക്കുള്ളത്. അവിടുത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ 62,835 ആയിരിക്കും നിങ്ങളുടെ ഗ്രോസ് പേ വരുന്നത് കേട്ടോ. 62,830. യോഗ്യതകളൊക്കെ സെയിം തന്നെ, നമ്മൾ പറഞ്ഞ സെയിം യോഗ്യതകൾ. ഏതിൻ്റെ പ്രായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ജൂനിയർ ക്ലർക്ക് എന്ന് പറഞ്ഞ അതേ പ്രായമാണ് ഇവിടെയും പറയുന്നത്, 18-40. പിന്നെ ഓരോരുത്തർക്കും അതിൻ്റെതായ ഇളവ് ലഭിക്കുന്നതാണ്. പിന്നെ പരീക്ഷയും സെയിം തന്നെ അല്ലേ, പരീക്ഷയും സെയിം തന്നെയാണ്. ഒരു ബാങ്കിലേക്ക് അപ്ലൈ ചെയ്യാൻ 150, പിന്നീട് വരുന്ന പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. 50 രൂപ വെച്ചെന്നും ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾക്ക് ശേഷം മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടും ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ പോസ്റ്റുമായി ബന്ധപ്പെട്ട കോഴ്സ് ഇവിടെ I+ ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ് ആയിരിക്കും. നമുക്കറിയാമല്ലോ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു സിലബസ് ഉണ്ട് അല്ലേ, പ്രോപ്പറായിട്ട് നമുക്കൊരു സിലബസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സിലബസിനെ അനുസൃതമാക്കിക്കൊണ്ട് സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ്സസ് ആപ്പിലുണ്ട്. ആപ്പ് ത്രൂ ആണ് നമ്മൾ ക്ലാസ്സസ് നിങ്ങൾക്ക് നൽകുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മൾ ലൈവ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലബസ് ബേസ്ഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ട്, അതിനോടൊപ്പം ലൈവ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വേണ്ടേ, ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കണ്ടു ഡൗട്ട് വരാം. അപ്പോൾ ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. പിന്നെ മോഡൽ എക്സാംസ്. എത്ര പഠിച്ചെങ്കിലും പരീക്ഷകൾ എഴുതാതെ ഒരു കാര്യമില്ല ആണല്ലോ. എത്ര പഠിച്ചാലും നല്ല രീതിയിൽ എക്സാംസുകൾ എഴുതിയെങ്കിൽ മാത്രമേ കാര്യങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാംസ് ഇഷ്ടംപോലെ തന്നേക്കുകയാണ്. ഇഷ്ടംപോലെ കിറ്റ് തന്നെ നമ്മളിലുണ്ട്. മോഡൽ എക്സാംസ് നിങ്ങൾ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ സ്റ്റഡി പ്ലാൻ, എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു സ്റ്റഡി, ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു സ്റ്റഡി പ്ലാൻ നമ്മളോട് പ്രൊവൈഡ് ചെയ്യും. പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. പിന്നെ I+ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോപ്പറായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടായിരിക്കും. പഠിച്ചില്ലെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊരു നല്ല പ്രോപ്പർ ഫോളോ അപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ച് ചോദിക്കും. എല്ലാം ഒരു പ്രോപ്പറായിട്ടൊരു ഫോളോ അപ്പ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് ഉണ്ടാകും. ഓക്കെ, മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നമ്മൾ
ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എക്സാമുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ നമ്പർ 6238610406 അല്ലെങ്കിൽ 9633183392 നിങ്ങൾക്ക് കോൾ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി താഴെ ഗൂഗിൾ ഫോംസുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൂടെ നമ്മുടെ ടീമിനെ കോൺടാക്ട് ചെയ്യാം. വളരെ ചെറിയൊരു ഫീസിലാണ് കോഴ്സസ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, IPLS ജോയിൻ ചെയ്യുക, CSEB എക്സാം ഇനി ക്രാക്ക് ചെയ്തേക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.